ഈ ഡീസൽ മുഴുവൻ കരടാണ്. അതോ ദേ വീണ്ടും വന്നു സുനാമി. എന്തിനാ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? മാഡം, CM വരുമ്പോ പോലീസ് വണ്ടി മാത്രമേ കൂടെ വരും. നിങ്ങൾ വണ്ടി കയറി കഴിഞ്ഞാൽ പോലീസും ഗുണ്ടകളും എല്ലാം ഒരുമിച്ച് വരും. ടാക്സിയിൽ വെച്ച് എന്റെ ബാഗ് മറന്നുപോയി. ഉണ്ടോ? മാഡം, ടാക്സിയിൽ ബാഗ് മാത്രമല്ല എനിക്ക് തരാനുള്ള കാശും കൂടി അതിനകത്തുണ്ടാവും. മറന്നുപോയോ? കാശ് ഞാൻ തരാം. ബാഗ് സേഫാ? ബാഗൊക്കെ സേഫാ, പക്ഷെ എന്റെ കാശ് തന്നെ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അമിതാഭ് ബച്ചൻ എവിടെ? അഭിനയിക്കാൻ പോയോ? മാഡം, ബാഗ് തുറന്നു നോക്ക് മാഡം. ലേഡീസ് ബാഗ് കൈകൊണ്ട് തൊട്ടിലായിട്ട് ടിപ്പു, എനിക്ക് ബാംഗ്ലൂർ പോണല്ലോ, നീ കൊണ്ടുപോവോ? ബാംഗ്ലൂർക്കല്ലേ? കാശ് കയ്യിലുണ്ടല്ലോ, എന്നാ വണ്ടി കയറിക്കോ. ഇവിടെ ഇവിടെ ഞാൻ പിടിക്കാം, ശ്രദ്ധിച്ച്. എങ്ങനെയുണ്ട്? ആ മേക്കുമാനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുക. നീ വാ ബാബു. നാട്ടുകാരൊക്കെ ചോദിച്ചോണ്ടിരിക്കുക ഇന്ന് നാടകം നടക്കുമോ ഇല്ലയോ എന്ന്. നീ എവിടെ പോയതാ? നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിരുന്നു. എന്തു പറ്റിയടാ? ഇന്ന് വൈകുന്നേരം നാടകം നടക്കുമോ ഇല്ലയോ? ഇനി എവിടെ നടക്കാനാ നാടകം? ഇവന് സംസാരിക്കാൻ വയ്യ. അവനാണെങ്കി ഇപ്പോഴാ വന്നത്. അതെ മുത്തശ്ശ, നാടകം കളിക്കണം. ഈ നാടകം അഭിനയിക്കല്ല, നമ്മൾ ജീവിക്കാൻ പോവുക. കാണികൾ കണ്ട് കൈയടിക്കുന്നതിൽ മാത്രമാണോ നാടകത്തിന്റെ വിജയം? അല്ല, 100 കണക്കിന് കാണികളുണ്ടെന്ന് വിചാരിക്കുക. അതിലൊരാളെങ്കിലും നിശബ്ദമായിരുന്ന നാടകം ശ്രദ്ധിക്കുന്നു എന്നത് സത്യമാണെങ്കിൽ ആ ഒരാൾക്ക് വേണ്ടി നമ്മൾ നാടകം കളിക്കണം. ആ ഒരാൾ ഞാനാണെന്ന് എനിക്കിപ്പോ ബോധ്യമായി മുത്തശ്ശ. ഈ നാടകം മുത്തശ്ശൻ എനിക്ക് വേണ്ടി എഴുതിയതാ. ഒരു മുത്തശ്ശി വന്നില്ലേ അന്ന്? എന്തിനാ വന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. സ്വന്തം മകനെ പോലെ എന്നെ കരുതിയത്. എവിടെയോ പിറന്നു വീണ എനിക്ക് ജീവിതം നൽകി. തെറ്റുപറ്റിപ്പോയി എനിക്ക്. മുത്തശ്ശൻ ജീവനോടുണ്ടായിരുന്നെങ്കിൽ ആ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയുമായിരുന്നു. ഇപ്പൊ എനിക്കൊരു 20 വർഷം കൂടി ജീവിക്കണം തോന്നും. അതെ ക്യാമറ മാഡം, കാറിനകത്ത് സർക്കസ് ചെയ്യുവാണോ? അതിരിക്കട്ടെ, സർക്കസ് ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നാടകം എവിടെ പോയി? ടിപ്പു, കുറച്ചുകൂടെ സ്പീഡിൽ പോകാൻ അറിയില്ലേ? ഇതിനേക്കാൾ സ്പീഡിലോ? ഇപ്പൊ കണ്ടോ മാഡം? 35 മാഡം. മാഡം 45 മാഡം. ഇതിനേക്കാൾ കൂടുതൽ സ്പീഡ് വേണോ?